സൂറത്തുൽ വാഖിയ ആരാണോ പാരായണം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഇല്ല, അവൻ ഒരിക്കലും ദാരിദ്ര്യം വരില്ലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക സുഖം, ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റിയ ഒരു അധ്യായമാണ് സൂറത്തുൽ വാഖിയ. നമ്മുടെ ഭൗതിക സുഖത്തിനു വേണ്ടി സൂറത്തുൽ വാഖിയയും തബാറക സ്ഥിരമായി ഓതിയാൽ ആ വ്യക്തിക്ക് ഖബർ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു ഹദീസിലല്ല, രണ്ടു ഹദീസിലല്ല, ധാരാളം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ കിറാമിൽപ്പെട്ട ഒരു വ്യക്തി, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു മർദൂയ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇബ്നു നസ്ർ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ഒരു ദിവസം, ഈ സംഭവം പറയുന്നത് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ളറബ ബഅദു അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബാഅഹു അലാ ഖബ്ർ, നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാള് അതാ ഒരു ഖബറും പുറത്ത് തന്റെ ടൻഡടിച്ചു. എന്ന് പറഞ്ഞാൽ വഴി യാത്രക്കാരന്ന് എവിടെയെങ്കിലും താൽക്കാലികമായി ഉറങ്ങാനുള്ള ടെന്റും കൊണ്ടാ നടക്കൽ. നമ്മളിപ്പോ ഒരു ടാർപ്പായയുമായി നടക്കുന്നു, ഇന്നിവിടെ ഉറങ്ങണോ, അതുകൊണ്ട് ഒരു ടെന്റ് വലിച്ചു കെട്ടുന്നു, അതിൽ കിടന്നുറങ്ങുന്നു. നാടോടികൾ ജീവിക്കുന്നത് നാം കാണാറുണ്ട്. ഇതേ രൂപത്തിൽ അന്ന് കച്ചവടക്കാരായി ഓടി നടക്കുന്ന ഇവരുടെ കയ്യിൽ തൽക്കാലം ഒരു താൽക്കാലിക ഷെഡ് കെട്ടാനുള്ള തുണിയും തോലുമൊക്കെ ഇവരുടെ കയ്യിലുണ്ടാകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഖബറിന്റെ പുറത്തത് അടിച്ചു, ആ ടെന്റ് അടിച്ചു. വലാ യഹ്സബു അന്നഹു ഖബർ, അത് ഖബറാണെന്ന ചെറിയ ധാരണ പോലും അയാൾക്കില്ല. അയാൾ അറിയില്ല ഞാൻ ഖബറും പുറത്താണ് ഇത് അടിച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെ അവിടെ കിടന്നുറങ്ങുമ്പോ അയാൾ ഖബറും പുറത്താണ്. ഫഇദാ ഹുവ ബിൻസാനി യഖറഉ സൂറത്തുൽ മുൽക്ക്, അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുന്നത്. സൂറത്തുൽ മുൽക്ക് തല മുതൽ ഇങ്ങ് തുടങ്ങി ഹത്താ ഖതമഹാ, അവസാനം വരെ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു തുടങ്ങി ഫമൻ യഅതീകും ബിമാഇൻ മഈൻ എന്ന ആയത്ത് വരെ അദ്ദേഹം കേട്ടു. അത് കേട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് ഉണരുകയാണ്. ഉണർന്ന ഉടനെ തന്നെ അദ്ദേഹം നോക്കുമ്പം അതൊരു ഖബറാണ്. ഉടനെ തന്നെ ടെന്റും പൊളിച്ച് അദ്ദേഹം ഓടുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിലേക്ക്. ഹബീബിന്റെ ഓരത്ത് ചാരത്തു ചെന്ന് നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഇങ്ങനെ ഒരു അമളി പറ്റിപ്പോയി നബിയേ, ഇങ്ങനെ ഒരു അമളി എനിക്ക് പറ്റിപ്പോയി നബിയേ. ഞാനൊരു ഖബറും പുറത്ത് ടെന്റ് അടിച്ചു, അതിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അത്ഭുതം അതുകൊണ്ട് കേട്ടു. ഈ വിവരം ഇദ്ദേഹം തന്റെ കഥ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത സമയത്ത് ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹിയൽ മാനിയ ഹിയൽ മുൻസിയ തുൻസി മിൻ അദാബിൽ ഖബ്ർ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹിയൽ മാനിയ, അത് പ്രതിരോധാധ്യായമാണ്. അത് ഓതുന്നയാളെ അത് പ്രതിരോധിക്കും. ഹിയൽ മുൻസിയ, ആ സൂറത്ത് രക്ഷകനാണ്. തുൻസി മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷിക്കാൻ മാത്രം, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷിക്കാൻ മാത്രം പവറുള്ള അധ്യായമാണ് കേട്ടോ സൂറത്തുൽ മുൽക്ക്. കണ്ടോ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു. അപ്പൊ പരലോകത്തെ ഒന്നാമത്തെ കടമ്പയാണ് ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു. അവിടെ രക്ഷപ്പെട്ടാൽ എല്ലാ കടമ്പയിലും രക്ഷപ്പെട്ടു. അവിടെ കഷ്ടപ്പെട്ടവന് കഷ്ടപ്പാടു തന്നെ. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് കഥയെങ്കിൽ സുബ്ഹാനല്ലാഹ്,
ദുനിയാവും ആഖിറവും സലാമത്താകാൻ നമുക്കിതാ റസൂലുള്ള വെച്ചു നീട്ടുന്നു 2 ഓഫറുകൾ. എന്താണ് ആ ഓഫർ? ഒന്ന്, സൂറത്തുൽ വാഖിയ ഓതാൻ പറ്റുമോ? സൂറത്തുൽ മുൽക്ക് ഓതാൻ പറ്റുമോ? ദുനിയാവും ആഖിറവും സലാമത്താകും. എത്ര സമയമായി ഇതിനു വേണ്ടത്? 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, ഒരു 8 മിനിറ്റ് സമയം കൊണ്ട്, പരമാവധി വന്നാൽ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് രണ്ടും ഓതാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എവിടുന്നേ നമുക്കിതൊക്കെ കൈമോശം വന്നത്? വിശുദ്ധ ഖുർആൻ സ്ഥിരമായി വീട്ടിലോതുന്ന ശൈലി, ഇത് തകിടം മറിക്കുന്നതിൽ ഇവിടുത്തെ പുത്തനാശയക്കാർക്ക് വലിയ പങ്കുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അതിനെയൊക്കെ ചെറുതായി കണ്ടു. അതൊക്കെ യാതൊരു ഫലവുമില്ലാത്ത കർമ്മങ്ങളായി അവർ കാണാൻ തുടങ്ങി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥയിൽ വന്നിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല.